Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന RRB ചോദിച്ചിരിക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന 10 ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2019 RRBയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ജൂനിയർ ജെഇയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ നോക്കൂ. സൗണ്ട് ട്രാവൽസ് ഇൻ എ മീഡിയം ആസ് എ സൗണ്ട് ഒരു മീഡിയത്തിൽ എങ്ങനെയായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണോ? സീരീസ് ഓഫ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ബീം, പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സീരീസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റിഫ്രാക്ഷൻസ്. ഓക്കെ, ദിസ് ഈസ് ദ സൗണ്ട് ട്രാവൽസ് ഇൻ എ മീഡിയം. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൗണ്ട് വേവ്. സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് in an elastic medium that produces an audible sensation is called sound wave. So sound wave എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു longitudinal wave ആണ്. ഒരു elastic medium ഉണ്ടാകുന്ന ഒരു longitudinal wave ആണ്. അത് എന്താ ചെയ്യുന്നത്? ഒരു audible sensation produce ചെയ്യുകയാണ്. അതിനെയാണ് നമുക്ക് sound wave എന്ന് പറയുന്നത്. Okay. So sound waves are longitudinal waves. The air particles vibrate to and front in the direction of propagation of sound. Sound in the propagation of direction like നമുക്ക് ആ ഒരു എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ്സ് എ വേവ് ഓഫ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ നമ്മൾ അവിടെ പറഞ്ഞത് ബി ആണ്. ദാറ്റ് ഈസ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷനിലായിട്ടാണ് ഒരു സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദീസ് ആർ ദ പാർട്ട് ഓഫ് സൗണ്ട് വേവ് ആണ്. അപ്പൊ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റീജിയൻ ഇൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് where the particles are closer together are called compression. Compression has a high density and high pressure. കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഇതിനെയാണ് നമുക്ക് കംപ്രഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ അവിടെ നമുക്ക് എങ്ങനെയാണ്? പാർട്ടിക്കിൾസ് ഒക്കെ കൂടുതൽ അടുത്തടുത്താണ് കിടക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഹൈ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഹൈ പ്രഷറും ആണ്. അപ്പൊ ഈ ഒരു ഏരിയയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. റെയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റീജിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ദാറ്റ് പാർട്ടിക്കിൾസ് ആർ ഫർദർ അപ്പാർട്ട് അല്ലെ? അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നോക്കൂ, ഇവിടെ നമുക്ക് പാർട്ടിക്കിൾസ് അടുത്തടുത്താണോ? അല്ല, ഈ ഒരു ഏരിയയിൽ പാർട്ടിക്കിൾസ് ഒക്കെ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതാണ് റെയർഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കംപ്രഷനും അതുപോലെ തന്നെ റെയർഫാക്ഷനും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സൗണ്ട് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൗണ്ട് വേവ് ട്രാവലിംഗ് ത്രൂ എയർ ഈസ് ഇൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് വിത്ത് എ compression and rarefactions. The sound wave travels in a medium as a series of compressions and rarefactions. അപ്പോൾ ഈ ഒരു സൗണ്ട് വേവ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഒരു മീഡിയത്തിലൂടെ നമുക്ക് ഒരു കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ സീരീസ് ആയിട്ടാണ് അല്ലെ? 1 by 1 ആയിട്ടല്ലേ? അപ്പൊ സീരീസ് ഓഫ് റെയർഫാക്ഷൻ ആൻഡ് കംപ്രഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് നടക്കുന്നത്? ഒരു സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് കൂടി നോക്കാം. A medium is necessary for sound to travel because sound is a mechanical wave and not an EM wave. Okay, അപ്പോൾ ഒരു മീഡിയം നമുക്ക് സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു മീഡിയം എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. എന്നാൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. കാരണം സൗണ്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവ് ആണ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ല, EM വേവ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. വാക്വത്തിലൂടെ നമുക്ക് സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മീഡിയം വേണമെന്ന്. ഓക്കെ, സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ്സ്. Hence, the speed of sound is directly proportional to the density. അപ്പോൾ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സൗണ്ട്. അതുകൊണ്ട് തന്നെ സോളിഡിലൂടെ ഫാസ്റ്റർ ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സ്റ്റഡി ഓഫ് സൗണ്ട്. സൗണ്ടിന്റെ സ്റ്റഡിനെ എന്താ പറയുന്നത്? അക്കൗസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ 343 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് വരുന്നത്. ഫ്രീക്വൻസി ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്നാൽ ഹെർട്സിലാണ് നമുക്ക് വരുന്നത്. ഇന്റൻസിറ്റി എന്താ വരുന്നത്? ഡെസിബിളിലാണ് ഇതിന്റെ യൂണിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓൾ മാസസ് ഇൻ ദ യൂണിവേഴ്സ് എസ്പെഷ്യലി ദ അട്രാക്ഷൻ ഓഫ് എർത്ത്സ് മാസ് ഫോർ ബോഡീസ് നിയർ ഇറ്റ്സ് സർഫേസ് ഈസ് കോൾഡ് ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമുക്ക്, അതായത് എർത്ത് മാസ് ഓഫ് ദ ബോഡിക്ക് ആ എർത്തുമായിട്ട് വരുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് എന്തെന്നാ പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അത് നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ്, ഓക്കെ, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെന്റേഴ്സ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ രണ്ട് ബോഡികൾ, ഇപ്പൊ ഇവിടെ ഒരു M1 എന്ന് പറഞ്ഞൊരു മാസുള്ള ഒരു ബോഡി ഉണ്ട്, ഇവിടെ M2 എന്ന് പറഞ്ഞൊരു മാസുള്ള ബോഡി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് M1 ആൻഡ് ദിസ് ഈസ് M2.
ഓക്കെ, രണ്ട് ബോഡികൾ തമ്മിലുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ആർ എന്നുള്ളത്, അതായത് ഡിസ്റ്റൻസ് ഇസ് ബിറ്റ്വീൻ ആർ ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? F is equal to, that is F directly proportional to m1 m2 by r square ആണ്. Then ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? G എന്നൊരു ടേം ഉണ്ട്, that is gravitational values ആണ്. Okay, so F is equal to G into m1 m2 by r square ആണ്. G എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. m1 mass of the first body, m2 mass of the second body, r is the distance between these two masses, two objects. Okay, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്പ്രിംഗ് ഫോഴ്സ് വന്നിട്ടുണ്ട്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The force applied when a spring is compressed or extended is called spring force. അപ്പോൾ ആ ഒരു സ്പ്രിംഗിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കംപ്രസ് ആക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനോ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് എ ഡയറക്റ്റ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ബോഡീസ്. ബോഡിയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ളതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ഫ്രിക്ഷൻ ഫോഴ്സ്, ടെൻഷൻ ഫോഴ്സ്, ദീസ് ആർ ദി മെക്കാനിക്കൽ ഫോഴ്സസ് ആണ്. ഓക്കെ, ദ ഫോഴ്സ് വിച്ച് പുൾസ് ദ ബോഡി ടുവാർഡ്സ് ദ എർത്ത്. ആ ഒരു ബോഡീനെ ആ ഒരു എർത്തിന്റെ ഉള്ളിലേക്ക്, എർത്തിന്റെ സെന്ററിലേക്ക് പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെ എന്താ പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, frictional force എന്ന് പറഞ്ഞാൽ it is opposing the force that is created between two surfaces that try to move in the same or opposite direction. അല്ലേ, സെയിം ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ രണ്ട് സർഫേസിനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒപ്പോസിംഗ് വരുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ബോഡികൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? അല്ലെങ്കിൽ ആ ഒരു സെന്ററിലേക്ക്, ആ എർത്തിന്റെ സെന്ററിലേക്ക് പുള്ള് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, what is reduced by a lubricant? ഒരു ലൂബ്രിക്കന്റ് കൊണ്ട് നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താണ്? the interlocking of the irregularities of the surfaces. സർഫേസസിൽ വരുന്ന ആ ഒരു ഇറഗുലാരിറ്റീസ് ഉണ്ടാവില്ലേ, അതിന്റെ ഇന്റർലോക്കിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ സർഫേസസ് ഇൻ മ്യൂച്വൽ കോൺടാക്ട്. മ്യൂച്വൽ കോൺടാക്റ്റിൽ ഉണ്ടാകുന്ന രണ്ട് സർഫേസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലൂബ്രിക്കന്റ് യൂസ് ചെയ്യുന്നത്. It will reduce the interlocking of the irregularities or friction of the surfaces. Okay, അപ്പോൾ ആ ഒരു രണ്ട് സർഫേസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു interlocking of the irregularities നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. The property of reducing friction is known as lubricity അല്ലെങ്കിൽ slipperiness. Okay, lubricity എന്ന് പറഞ്ഞാൽ ആ ഒരു property of reducing friction, frictionനെ reduce ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് പറയുന്നത് lubricity എന്ന് പറയുന്നത്. There are different varieties of lubricants are available and oils are available such as engine oil, hydraulic oils and greases. These are some different types of lubricants. Okay. Next one, what is the valley or lowest portion of a sound wave? Sound wave in the lowest portion അല്ലെങ്കിൽ ആ ഒരു valley point നെ എന്താ പറയുന്നത്? It is trough. Okay, option D ആണ് right answer. The alternating quantities have the crest and trough in their waves. ഒരു alternating quantities നമുക്ക് crest ഉണ്ടാകും, trough ഉണ്ടാകും. Okay, crest എന്ന് പറഞ്ഞാൽ എന്താണ്? It is the highest part of the wave and trough is the lowest part of the lowest point of the wave ആണ്. Okay, the amplitude, wavelength, period and frequency of the wave all are affected by the positions of the crest and troughs of the waves. അപ്പോൾ ആ ഒരു വേവിന്റെ trough അല്ലെങ്കിൽ crest നെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന വാല്യൂസിന്റെ ഒക്കെ വേവ്സിനെ അഫക്ട് ചെയ്യുന്നത്. Okay, the distance between two nearest crest or troughs are wave called wavelength. അതായത് നമുക്ക് വരുന്ന ഈ ഒരു ഹൈ ഇത് വരുന്നില്ലേ? ഓക്കെ, ഇതിൽ ഹൈയസ്റ്റ് പോയിന്റിന് എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയും, ലോവസ്റ്റ് പോയിന്റിന് നമുക്ക് ട്രഫ് എന്ന് പറയാം. ഓക്കെ, രണ്ട് ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ റെസ്റ്റ് പൊസിഷൻ ടു ക്രസ്റ്റ് ടു ട്രഫ്. ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെസ്റ്റ് പൊസിഷൻ അല്ലെ, ഇവിടെ നിന്ന് ക്രസ്റ്റിലേക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഹൈറ്റ് എത്ര അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, what is the unit of measurement of very long distance between celestial bodies? ലോങ് ഡിസ്റ്റൻസ് നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ലോങ് ഡിസ്റ്റൻസ്, രണ്ട് സെലസ്റ്റിയൽ ബോഡികൾ തമ്മിലുണ്ടാകുന്ന ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ലൈറ്റ് ഇയർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നമ്മൾ ഈ ഒരു ലൈറ്റ് ഇയറിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. എക്സ്പ്രസ് ദ അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ്. 1 light year is distance traveled by the light in a vacuum in 1 year. ഒരു വർഷത്തിൽ ഒരു ലൈറ്റ് വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസിനാണ് 1 light year എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? പാർസെക് ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 3.26 light year ആണ്. Meters is the SI unit of length. Okay, why does the dispersion occur when white light, which is a mixture of 7 colors, passes through a glass prism?
അപ്പോൾ നമുക്ക് ഒരു ഡിസ്പേർഷൻ ഒക്കെ ആവും. ഒരു വൈറ്റ് ലൈറ്റ്, അതായത് ഒരു 7 കളേഴ്സിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു വൈറ്റ് ലൈറ്റ് മിക്സർ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ പോകുമ്പോൾ ഒരു ഡിസ്പേർഷൻ ഒക്കെ ആവുന്നുണ്ട്. Then what is the reason എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So option A ആണ് വരുന്നത്. 7 colors of white light travels at different speeds through a glass prism. അപ്പോൾ 7 കളറുകളുള്ള ഒരു വൈറ്റ് ലൈറ്റ് ആ ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഡിസ്പേർഷൻ ഒക്കെ ആവുന്നത്. ഓക്കെ, അപ്പോൾ 7 കളേഴ്സും ഡിഫറെന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദർ ഇസ് എ ഡിസ്പേർഷൻ ഒക്കെ. നമുക്ക് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ കോമ്പോസിറ്റ് ബീം ഓഫ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് കോൾഡ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ആ ഒരു ലൈറ്റ് കളേഴ്സ് പലതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the dispersion of white light occurs because of the colors of white travel in a different speed. The dispersion was discovered by Sir Isaac Newton. Okay, Newton discovered that light is made up of 7 different colors. അപ്പോൾ ന്യൂട്ടൺ ആണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ലൈറ്റ് 7 കളർ ഡിഫറെന്റ് കളറുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതൊരിപ്പോൾ നമുക്ക് ഒരു വൈറ്റ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ പോവുകയാണെങ്കിൽ അത് ഡിഫറെന്റ് വേവ് ലെങ്തിലേക്ക് പോകും, ഡിഫറെന്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അത് ഡിസ്പേർഷൻ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, which of the following laws states that electric current I flowing through a metallic wire is directly proportional to the potential difference V across its end provided its temperature remains constant. അപ്പോൾ ഏത് ലോ ആണ്? നമുക്ക് അറിയാം I is equal to I which is directly proportional to, അല്ലേ? ഏത് ലോ ആണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ലോ ആണ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോ ആണ്. I which is directly proportional to the V, that is V is equal to I into R. ഏതാണ്? It is Ohm's law. അല്ലേ? നമുക്കറിയാം V is equal to I into R which is Ohm's law ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നോക്കൂ, Ohm's law I directly proportional to V, കറന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓംസ് പേരിട്ടിരിക്കുന്നത് ജോർജ് ഓം എന്നതുകൊണ്ടാണ്. ഓക്കെ, what is the concept of spherical mirrors? Spherical mirrorന്റെ കോൺസെപ്റ്റ് എന്താണ്? It is reflection of light ആണ്. ഒരു spherical mirrorന്റെ കോൺസെപ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. It is a simply piece of cut of a reflective sphere. The first mirror was made by German scientist Justus von Liebig. He coated the plane surface of a piece of ordinary glass with a silver metal for making this mirror. Such a mirror is called silvered glass mirror. First ഉണ്ടാക്കിയ മിററിന്റെ പേരാണ് silvered glass mirror. There are two types of spherical mirrors, concave and convex mirrors. Spherical mirrors നമ്മൾ പറയുന്നത് തന്നെയാണ്, നമുക്ക് അറിയുന്ന മിററുകളാണ്. ഏതൊക്കെയാണ്? കോൺകേവും കോൺവെക്സും ആണ്, അല്ലേ? പക്ഷെ അതിന് നമുക്ക് സ്പെറിക്കൽ മിറർ എന്നുള്ളൊരു പേര് നമുക്ക് അറിയില്ല, അല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. 2 ടൈപ്സ് ഏതൊക്കെയാണ്? കോൺകേവും കോൺവെക്സും ആണ്. ഓക്കെ, if the mirrors inside the surface is reflective, then mirror is concave. Okay, if the mirrors outside is reflective, inside ആണ് reflective എങ്കിൽ concave, outside ആണ് reflective എങ്കിൽ then convex ആണ്. Okay, so spherical mirrorsന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The phenomenon of bouncing back of light when a beam of light falls on a surface. Okay, അപ്പോൾ നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ആക്കി എടുക്കുന്നതാണ് ബൗൺസ് ചെയ്തെടുക്കുന്നത്. ബാക്ക് ഓഫ് ലൈറ്റ് ബൗൺസ് ചെയ്തെടുക്കുന്ന ആ ഒരു ഫിനോമിനയാണ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ. Refraction എന്ന് പറഞ്ഞാൽ bending of light when the ray of light travels from one medium to another. അപ്പോൾ ബെൻഡിങ് വരുന്നതാണ് റിഫ്രാക്ഷൻ, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് ഒരു വേവ് ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ വന്ന് ചെറിയൊരു ബെൻഡിങ് കാണിക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? When a beam of light interacts with a particle of matter and it is indirected in many different directions. സ്കാറ്റർ ആയി ചിതറി പോവുക എന്ന് പറയുന്നത് നമ്മൾ, അതാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? emission or transmission of energy in the form of waves or particles through a space, അല്ലെ? ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു സ്പേസിലൂടെ എമിഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നതിനാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, which of the following fuel is not used in the thermal power plant? thermal power plant യൂസ് ചെയ്തത് ഏതാണ്? നമുക്ക് അറിയാം, യുറേനിയം. യുറേനിയം is not used in the thermal power plant. A thermal power station is a power station in which heat energy is converted into electrical power. ഹീറ്റ് എനർജിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് തെർമൽ പവറിൽ വരുന്നത്, അല്ലേ? On the basis of the fuel used in the same stream, thermal power plants can be classified into coal, gas, diesel and natural gases. Thermal power അല്ലെങ്കിൽ coal is the largest source of power in India. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പവർ ഏതിലാണ് വരുന്നത്? കോളിലാണ്. ഓക്കെ, വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ മധ്യപ്രദേശിലുള്ളതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ് വരുന്നത്. Uranium is the fuel most widely used by the nuclear plants. Nuclear fission ആ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യുറേനിയം എന്ന് പറയുന്നത്. ഓക്കെ,
Which of these is used to break the circuit or to close the electric circuit? അപ്പോൾ ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ എടുക്കുന്നത്? ഇറ്റ് ഈസ് സ്വിച്ച് ആണ് യൂസ് ചെയ്തത് അല്ലേ? ഓപ്ഷൻ സി ആണ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണ് യൂസ്ഡ് ടു ബ്രേക്ക് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. സ്വിച്ച് ഓൺ ആണെങ്കിൽ കറന്റ് ഫ്ലോ ആകുന്നുണ്ട്, ഓഫ് ആകുമ്പോൾ കറന്റ് ഫ്ലോ ആവില്ല, നമുക്ക് അറിയുന്നതാണ്. സ്വിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ആൻ ഇംഗ്ലീഷ് ജോൺ ഹെൻറി ഹോംസ്മാൻ ഇൻ 1884 ആണ്. The inventor of electric cell ആരാണ്? അലസാൻഡ്രോ വോൾട്ട ആണ്. Inventor of the electric bulb തോമസ് ആൽവ എഡിസൺ ആണ്. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന 10 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.